സ്നേഹിതരെ, സഹൃദയരെ, ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത ചിത്രീകരണം അർണവഗീതം. മധ്യ തിരുവിതാംകൂറിൽ പ്രചാരത്തിലുള്ള ഒരു ഗ്രാമീണ കലാരൂപമായ കാക്കാരിശ്ശി നാടകത്തിലൂടെയാണ് ഞങ്ങൾ ഈ കഥ പറയുന്നത്. കാക്കാരിശ്ശി നാടകം, കാക്കാല നാടകം, കാക്കാല ചരിതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സഞ്ചാരി വർഗത്തിന്റെ ആക്ഷേപഹാസ്യ നാടക രൂപത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു അർണവഗീതം. നാരദ മഹർഷി പറഞ്ഞതനുസരിച്ച് ഭൂമിയിലെ ദുഷ്ടതകൾക്ക് അറുതി വരുത്താനും നന്മ ചെയ്യാനും സാക്ഷാൽ ശ്രീ പരമശിവന് വേഷം മാറി കാക്കാരായി ഭൂമിയിലെത്തുന്നു. പാർവതിയും ഗംഗയും കാക്കാത്തിമാരുമായി കാക്കാർക്കൊപ്പമുണ്ട്. കയ്യിൽ ഉയർത്തിയ കത്തിയെരിയുന്ന പ്രത്യാശയുടെ പ്രതീകമായ തീപ്പന്തവുമായി എത്തുന്ന കാക്കാര് കാക്കാത്തിമാർക്കൊപ്പം കഥ പറഞ്ഞു, പാട്ടുപാടി, ചുവടുകൾ വെച്ചു, മായാജാല വിദ്യ കാണിച്ചു, പക്ഷിശാസ്ത്രത്തിലൂടെ ഭാവി പ്രവചിച്ചു ലോകം ചുറ്റുന്നു. ശിവഭക്തനായ രാക്ഷസ രാജാവ് രാവണന്റെ കഥയുടെ ഒരു ഭാഗം കാക്കാരും കാക്കാത്തിമാരും ഇന്ന് അവതരിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അർണവഗീതം. അനുഗ്രഹിക്കൂ, ആസ്വദിക്കൂ, ആശീർവദിക്കൂ. അർണവഗീതം. ഇങ്ങനെ കളിച്ചാൽ കിട്ടേക്കില്ലേ Mother,
എന്റെ പൊന്നച്ചോ, അയ്യയ്യേ, ഇപ്പൊ കാണായിരുന്നു. എടിയേ, ഇപ്പൊ പൊള്ളിക്കുളമായേനെ. എടിയേ, തൊഴുവടി തൊഴുവടി, തമ്പ്രാക്കന്മാരെ തൊഴുവടി. എടിയേ, നീ തൊഴുവടി, തമ്പ്രാട്ടിമാരെ തൊഴുവടി തൊഴുവടി. ആ, അങ്ങനെ. എടോ കാക്കാരെ, ഓ തമ്പ്രാ, എന്താടോ കാക്കാരെ? ഓ തമ്പ്രാ, കാക്കാരെ അങ്ങേ അറ്റത്ത് നിന്ന് ഇങ്ങ പോന്നു. എടോ കാക്കാരെ, അങ്ങേയറ്റം ഇങ്ങേയറ്റം എന്നൊക്കെ പറയാതെ എവിടെന്ന് വരുന്നു എന്ന് പറയാ. സ്ഥലത്തിന് പേരില്ലേ? കാക്കാരുടെ സ്ഥലത്തിന് പേരുണ്ട്, തുണിനാട്. തുണിനാടോ? അങ്ങനെ ഒരു സ്ഥലമില്ലല്ലോടോ. കൊച്ചമ്പ്രാൻ, തുണിയുടെ വേറൊരു പേര്. വേറൊരു പേരോ? വസ്ത്രം, മുണ്ട്, ജൗളി. അതെ, അത് തന്നെ തമ്പ്ര, മുണ്ട്. ഇനി നാടിന്റെ വേറൊരു പേര് പറഞ്ഞാട്ടെ. നാടിന്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ ദേശം, സ്ഥലം, ഊര് എന്നൊക്കെ പറയും. അത് തന്നെ തമ്പ്ര, ഊര്. ഇനി തമ്പ്ര രണ്ടും കൂടി ഒന്ന് കൂട്ടി പറഞ്ഞാട്ടെ. പറഞ്ഞാട്ടെ. മുണ്ട്, ഊര്. ഓ, താൻ മുണ്ടൂരുകാരനാണല്ലേ? അത് തന്നെ തമ്പ്ര, മുണ്ടൂര് എന്ന് വെച്ചേ കാക്കാൻ മുണ്ടൂരത്തൊന്നുമില്ല തമ്പ്ര. അതിനാണ് താൻ തുണിനാടെന്ന് പറഞ്ഞത് അല്ലേ? താൻ കൊള്ളാമല്ലോ. ആട്ടെ, തന്റെ കാക്കാത്തിമാരും അവിടെ തന്നെ ആണോ? ഉവ്വ. ചെല്ലകിളികളെ, തമ്പ്രാന് ചൊല്ലിക്കൊടുക്ക്. ആ,
എങ്കിലോ കേട്ടുകൊള്ളിൻ കാക്കാരുതൊന്ന ദേശം. എങ്കിലോ കേട്ടുകൊള്ളിൻ കാക്കാരുതൊന്ന ദേശം. കാക്കാരുതൊന്ന ദേശം മുണ്ടൂരു തന്നൻ തമ്പ്രാ. കാക്കാരുതൊന്ന ദേശം മുണ്ടൂരു തന്നൻ തമ്പ്രാ. ഞങ്ങളും കൂടെയുണ്ടേ കാക്കാരിനൊപ്പമുണ്ടേ. ഞങ്ങളും കൂടെയുണ്ടേ കാക്കാരിനൊപ്പമുണ്ടേ. തലയിലും മടിയിലുമായി ഞങ്ങളും ഒപ്പമുണ്ടേ. തലയിലും മടിയിലുമായി ഞങ്ങളും ഒപ്പമുണ്ടേ. ഞങ്ങളും ഒപ്പമുണ്ടേ. എന്നും ഞങ്ങളും ഒപ്പമുണ്ടേ. എടോ കാക്കാരെ, ആട്ടെ തന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പൻ, അമ്മ, പട്ടി, പൂച്ച, കോഴി, ആട്, പിന്നെ ഞങ്ങ 12 മക്കളും. എടോ കാക്കാരെ, 12 മക്കളോ? 12 പേര്. ആട്ടെ തന്റെ അപ്പൻ എന്താ പണി? അപ്പൻ ഇതൊക്കെ തന്നെയാ പണി, അല്ലേടിയേ? ശരി ശരി. എടോ കാക്കാരെ, തനിക്ക് എന്ത് പ്രായമുണ്ടോ? അടിയന്റെ പ്രായമത്ര അട്ടമായിട്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷേ അടിയന്റെ അമ്മ കാക്കാരെ പെറുമ്പോഴുള്ള ദിവസം അറിയാം. ദിവസം അറിയാമെങ്കിൽ നമുക്ക് കൂട്ടി നോക്കാം. കൂട്ടി നോക്കാം. നമ്മുടെ രാമങ്കിരി ഉണ്ടല്ലോ, രാമങ്കിരിയിലെ 900 പാടത്ത് ഞാറ് നടുമ്പോഴാണ് കാക്കാരെ അമ്മ പെറ്റിട്ടത്. എടോ അങ്ങനെയല്ല, ഏത് വർഷത്തിലാന്നാ ചോദിച്ചേ? നല്ല 1-ാം തരം കാലവർഷത്തിലാണ് പെറ്റിട്ടത്. ഇടിയും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. എടോ കാക്കാരെ, അങ്ങനെയല്ല, ഏത് വർഷത്തില് ഏത് മാസത്തിലാന്നാ ചോദിച്ചത്? മാസം കൃത്യം 10-ാം മാസത്തിൽ തന്നെ അടിയന്റെ അമ്മയുടെ വയറൊഴിഞ്ഞു പെറ്റേ. ഷോ, തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആട്ടെ, കാക്കാമാര് വന്നാൽ തന്നെ അവരുടെ താളമേളങ്ങളും കലാശവും ഒക്കെ സഭയിൽ ചവിട്ടണം. അതാണ് ചിട്ട. എടിയേ, നമ്മുടെ കലാശം ഒന്ന് ചവിട്ടി കാണണമെന്നാ ഈ തമ്പ്രാൻ പറയുന്നത്. അതിനെന്താണ്, ഇങ്ങള് തുടങ്ങുന്നേ? ഓ തിത്തിത്തയ്യം തകതിത്തയ്യം തിത്തോതകതത്തെ കർദിക തിത്തിത്തയ്യം തകതിത്തയ്യം തിത്തോതകതിത്തൈ ആലോലത്തം പാലത്തിൻ കീഴ് ആരുരിയപ്പേർ എണ്ണിയെടുത്ത് വിതച്ചു കിളച്ചു മുളിച്ചു പറിച്ചാൽ അക്കറി കൊത്ത മലക്കറിയുണ്ട്. അങ്ങതിനമ്മോ കുഞ്ഞങ്ങാരി നിങ്ങളുടെ കുഞ്ഞിന് വാലുണ്ടെന്ന്. തിത്തിത്തയ്യം തകതിത്തയ്യം തിത്തോതകതിത്തൈ കർദിക തിത്തിത്തയ്യം തകതിത്തയ്യം തിത്തോതകതത്തെ ഓ തിത്തോതകതത്തെ. ഓ, ഇങ്ങനൊന്നും പോരാ താളം ചവിട്ടാൻ. പോയിനടി, നിങ്ങളുടെ കാര്യം നോക്ക്. അല്ല തമ്പ്ര, നമുക്ക് താളം ചവിട്ടാൻ ഇവളുമാര് വേണോ? നിങ്ങൾ ഏത് കാലിലാ താളം ചവിട്ടി നിർത്തിയത്? അത് ഇവിടത്തെ കാല്. അതെ, നിങ്ങൾ വലത് കാലിൽ തന്നെ ഒരു താളം ചവിട്ടി തമ്പ്രാക്കന്മാരെ കാട്ടി കൊടുക്കൂന്നേ. ഓ, സമ്മതിച്ചു. ചെല്ലക്കിളി, ദേ പിടിച്ചോ. ഓ തിത്തിത്തൈ തകതിത്തൈ തിത്തോതകതിത്തൈ കർദിക തിത്തിത്തൈ തകതിത്തൈ തിത്തോതകതിത്തൈ കടുത്ത മുളകൊട് മുളകൊട് ചുക്കേ കടുനാടൻ ചുക്കേ ഓ കടുത്ത മുളകൊട് മുളകൊട് ചുക്കേ കടുനാടൻ ചുക്കേ ഓ ചോടാ ചുക്കുവ എമ്പുകടുക്ക ചോടാ നീപ്പിൽ വെച്ചു കൊടുത്താൽ വടിയും കുത്തി നടക്കും കിഴവൻ കുത്താമ്പാളയെടുത്ത് നിറങ്ങും. ഓ തിത്തിത്തൈ തകതിത്തൈ തിത്തോതകതിത്തൈ ഓ തിത്തിത്തൈ തകതിത്തൈ തിത്തോതകതിത്തൈ ഓ തക്കടത് മുളത്തൈ. ദാ ഇപ്പൊ വളരെ നന്നായിരിക്കണ്. ഇപ്പൊ എങ്ങനെയുണ്ട് തമ്പ്ര? കൊള്ളാം കൊള്ളാം. എടോ കാക്കാരെ, താൻ ഈ ചുക്കിന്റെയും വയമ്പിന്റെയും കാര്യമൊക്കെ പറഞ്ഞല്ലോ, തനിക്ക് വല്ല ചികിത്സകളും അറിയാമോ? ചികിത്സയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. പിന്നെ ചികിത്സയ്ക്ക് ഇവളുമാര് വലിയ ആശാട്ടിമാരാ തമ്പ്ര. ദേ നിൽക്കുന്നവള്, ഇവിടെ മരുന്ന്
ഉടങ്കൊല്ലി മരുന്ന് ഒറ്റമൂലി പറഞ്ഞു കൊടുക്കടേ. പോയാലും സാരമില്ല തള്ളമാരെ പുത്തമ്മണ വാട്ടിയാക്കും മരുന്നുണ്ട്. പോയാലും സാരമില്ല തള്ളമാരെ പുത്തമ്മണ വാട്ടിയാക്കും മരുന്നുണ്ട്. നല്ല മരുന്നുണ്ട്. ദേ നിങ്ങ സ്വപ്പം വാങ്ങിച്ചോളൂ. എടോ, അപ്പുറത്ത് നിൽക്കുന്നയാളോ? ഇവള് കിളുന്തല്ലയോ, കിളുന്ത്. നഞ്ചെന്തിനാ നാനാഴി. കേട്ടാട്ടെ ഇവിടെ മരുന്നിന്റെ ഗുണം. കിളുന്തേ പറഞ്ഞു കൊടടിയേ. 90 കഴിഞ്ഞു പല്ലെല്ലാം കൊഴിഞ്ഞാലും പെണ്ണു വെട്ടിയിടുന്ന മരുന്നുണ്ട്. 90 കഴിഞ്ഞു പല്ലെല്ലാം കൊഴിഞ്ഞാലും പെണ്ണു വെട്ടിയിടുന്ന മരുന്നുണ്ട്. നല്ല മരുന്നുണ്ട്. ദേ ഇത് കേട്ടപ്പോ ഒരു മൂത്ത തമ്പ്രാൻ തലപൊക്കുന്ന കണ്ടോ? എവിടെ ചെന്ന് എത്തുമോ എന്തോ. ആട്ടെ, തന്റെ ചികിത്സ എന്തൊക്കെയാ? അടിയന്റെയും കയ്യിലുണ്ടല്ലോ തമ്പ്ര. ദേ പിടിച്ചോ. ആന പോലെ തടിച്ചവൾ, പന്നി പോലെ കൊഴുത്തവൾ, മാന് പോലെ മെലിയുവാൻ വാറ്റുമരുന്ന്. ആന പോലെ തടിച്ചവൾ, പന്നി പോലെ കൊഴുത്തവൾ, മാന് പോലെ മെലിയുവാൻ വാറ്റുമരുന്ന്. നല്ല വാറ്റുമരുന്ന്. ഇതൊക്കെ സമ്മതിച്ചു. താൻ എന്തോ കഥ പറയാമെന്ന് പറഞ്ഞല്ലേ വന്നത്? ഞങ്ങളെയും കൊണ്ടുവന്നത് കഥ പറയാമെന്നും പറഞ്ഞാണ്. അതിന് തമ്പ്ര അടിയൻ പറയൂല എന്ന് പറഞ്ഞില്ലല്ലോ. ചോറ് തിന്നാൻ തരാമെന്നും പറഞ്ഞിരുന്നു. അതെ എടിയേ, ആദ്യം കഥ വേണോ ചോറ് തിന്നണോ? ഇന്നലത്തെ ബാക്കി കഥ പറഞ്ഞിട്ട് ചോറ് തിന്നാം. അത് വേണ്ട, ചോറ് തിന്നിട്ട് മതി. ഏന് വിശക്കണ്. ഏഴ് കഥ മതി ആദ്യം. ഏന് ചോറ് മതി ആദ്യം. നിർത്ത്. എന്റെ പൊന്നമ്പ്ര, പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, രണ്ടച്ചിയുള്ളവൻ വെന്തറ്റു പോകുമെന്ന്. അതുകൊണ്ട് എന്റെ പൊന്നു മാളോരേ, ഇതുപോലുള്ള കിണിതത്തിൽ പരസ്യമായി ചെന്ന് ചാടരുതേ. രഹസ്യമായിട്ടൊക്കെ ആകാം കേട്ടോ. ദേ ആ ചിരി കണ്ടോ? ഒന്ന് പറഞ്ഞോട്ടെ, അകത്തൂണ് തയ്യാറാകുന്നതേ ഉള്ളൂ. കഥ ഒന്ന് തുടങ്ങി വെച്ചിട്ട് ഊണിന് പോകാം. അതിന് മുൻപൊരു സംഭാരം കുടിച്ചിട്ട് കഥ തുടങ്ങിക്കോളൂ. ഇവർക്കൊക്കെ സംഭാരം കൊടുക്കൂ. എടിയേ പോരേടി, തമ്പ്രാൻ പറഞ്ഞത് കേട്ടില്ലേ? മതിയേ മതിയേ, വെക്കം വേണം. തമ്പ്ര, ഇന്നലെ ഇവളുമാർക്ക് പറഞ്ഞു കൊടുത്തത് മുതൽ തുടങ്ങാം. അതിന് ഇന്നലെ എവിടെയാ നിർത്തിയത്? അത് രാവണന്റെ കഥ. രാവണന്റെ കഥ തന്നെ. ആട്ടെ, രാവണന്റെ അമ്മയുടെ പേരെന്താ ഓർത്തേ? കൈകസി. ഞങ്ങ മറന്നിട്ടില്ല. കൈകസി. അമ്മ കൈകസി. രാവണന്റെ അപ്പനോ? നിങ്ങൾ ഈ ചോദ്യം ചോദിച്ച് നേരം കളയാതെ. ഞങ്ങൾക്കറിയാം, വിശ്രവസ്. എന്റെ തമ്പ്ര, ഇവളുമാര് പുലികളാ. നല്ല ഓർമ്മകള്. ദാ ഇനി ബാക്കി പിടിച്ചോ. അങ്ങനെ വിശ്രവസിന്റെയും കൈകസിയുടെയും മകനായ രാവണൻ ചക്രവർത്തിയാകാനുള്ള പൂതിയിലാണിപ്പോ. 13 നാടുകൾ വെട്ടിപ്പിടിച്ചു. ഓ, അതിന്റെ വിജയത്തിന്റെ ആഘോഷം ഇപ്പൊ നടക്കാണ്. ഇനി 14 തോൽപ്പിച്ചാലേ ചക്രവർത്തിയാകാൻ പറ്റൂ. അത് പറയാം. എടിയേ, രാവണന്റെ പെണ്ണും പിള്ളേരെ പേരറിയാമാ? അറിയാം, മണ്ടോദരി. അതേ, ശിവഭക്തനായ രാവണൻ വേദങ്ങളും ശിവതാണ്ഡവ സൂത്രങ്ങളും എഴുതിയ ആളല്ലേ? വീണ വായനയിലോ മിടുക്കൻ. എടിയേ, ആ പറഞ്ഞ പോലെ നീയെല്ലാം പഠിച്ചല്ലോ. നിങ്ങൾ പറഞ്ഞു തന്നെയാ ഞാനിതറിഞ്ഞത്. അങ്ങേര് ഭയങ്കര പടം വരപ്പുകാരനുമാ, അറിയാമോ? ബാക്കി പറയൂന്നേ. പറഞ്ഞു തുടങ്ങ്.
മകനെ രാവണകുമാര, കഴിഞ്ഞ 13 മഹായുദ്ധങ്ങളും ജയിച്ചെത്തിയ നിന്നെ ഈ അമ്മ അഭിനന്ദിക്കുന്നു. 14ാമതും യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചടക്കി നീ ചക്രവർത്തിയായി ദിഗ്വിജയായി മടങ്ങുക. അമ്മേ, നാളെ തന്നെ ഞങ്ങൾ അടുത്ത രാജ്യത്തേക്ക് പട നയിക്കുകയാണ്. ജ്യേഷ്ഠന്റെയും ഞങ്ങളുടെയും നമ്മുടെ ഭടന്മാരുടെയും കഴിവിൽ അമ്മയ്ക്ക് വിശ്വാസമില്ലേ രാജമാതാവേ? രാജമാതാവേ, ഈ വിഭീഷണനും കുംഭകർണനും പിന്നെ എന്നോടൊപ്പം നമ്മുടെ ചുണക്കുട്ടികളായ പടയാളികളും ഉണ്ടെങ്കിൽ തീർച്ചയായും ചക്രവർത്തിയുടെ മാതാവാണങ്ങ്. രാജമാതാവേ, അനുജന്മാരെ, ഇനിയും ഒരു യുദ്ധം വേണോ? മണ്ടോദരി, ചക്രവർത്തിയുടെ പട്ടമഹിഷിയായിരിക്കാൻ മകളെ നിനക്ക് താല്പര്യമില്ലേ? യുദ്ധം കഴിഞ്ഞ് ഒരു വിശ്രമം ആവശ്യമില്ലേ എന്നായിരിക്കും ജ്യേഷ്ഠത്തെ ആലോചിച്ചത്, അല്ലേ? എനിക്കും സഹോദരന്മാരെ നിങ്ങളോടൊപ്പം സഹകരിക്കണം. 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നിരിക്കുന്നവനുമായ ഈ കുംഭകർണന് ഈ ജ്യേഷ്ഠനെ ചക്രവർത്തിയായി വാഴിച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂ. ധീരന്മാരായ എന്റെ അനുജന്മാരിൽ ഞാൻ എന്നും അഭിമാനം കൊള്ളുന്നു. രാജമാതാവേ, നാടും നഗരവും ഒക്കെ ആഘോഷത്തിലാണ്. എന്തായാലും തയ്യാറെടുപ്പുകൾ നടക്കട്ടെ. 14ാമത് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഇന്നൊരു ആഘോഷ രാവാകട്ടെ. നോക്കൂ, കൊട്ടാരത്തിന് പുറത്ത് ജനങ്ങൾ ആർത്തുല്ലസിക്കുന്നത് കാണുന്നില്ലേ? മണ്ഡോദരി, സരമയെയും വജ്രജ്വാലയെയും വിളിക്കൂ, നർത്തകികളെയും വിളിക്കൂ. കൊട്ടാരം മുഴുവൻ ഈ ആഘോഷ തിമിർപ്പിൽ ആറാടട്ടെ. നമ്മുടെ സേനാനായകന്മാർക്കും ഒരു ഉല്ലാസ രാവ് പകർന്നു നൽകാം. നാളെ സൂര്യോദയത്തിന് ശേഷം അടുത്ത വിജയത്തിനായുള്ള യാത്രയിൽ അവർ പൂർവാധികം ശക്തരായി പുറപ്പെടട്ടെ.
ഇന്ന് വിശ്രമിച്ച് നാളെ സൂര്യ നമസ്കാരത്തിന് ശേഷം നമ്മൾ യാത്ര പുറപ്പെടുന്നു. ത്രികുടപർവ്വതം ചെത്തിമിനുക്കി വിശ്വകർമാവ് നിർമ്മിച്ച ആ നളകുബേരന്റെ ലങ്കാപുരിയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. യക്ഷന്മാരുടെ ലങ്കയിലും നിങ്ങളുടെ വിജയക്കൊടി പാറിപ്പറക്കട്ടെ. ഒരു രാജാവ് ചക്രവർത്തിയാകുന്നത് ഭരിക്കുന്ന അളവിലല്ല, സ്നേഹത്തിന്റെ അളവിലാണ്. പ്രജകളുടെയും ഞങ്ങളുടെയും പ്രാർത്ഥനകൾ ഒപ്പമുണ്ടാകും. വിജയീ ഭവ. എല്ലാവരും പോയി വിശ്രമിക്കൂ. ആര്യപുത്ര, അങ്ങയുടെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ലെന്നറിയാം. എങ്കിലും ഇനിയും യുദ്ധങ്ങൾ വേണോ? എന്ത്? നമ്മുടെ ധർമ്മം യുദ്ധം ചെയ്യുക, വിജയിക്കുക. അവിടെ മൃദുല ചിന്തകൾക്ക് സ്ഥാനമില്ല പ്രിയേ. അങ്ങ് വിജയിച്ചു വരിക. ഞാനും രാജുവും രാവണ ചക്രവർത്തിയെ എതിരേൽക്കുവാൻ വേണ്ടി കാത്തിരിക്കും. എല്ലാവരും അപ്പുറത്തോട്ട് വന്നാട്ടെ. ചോറ് തയ്യാറായി കഴിഞ്ഞു. തമ്പ്രാട്ടി ദാ വരുന്നേ. രാവണൻ യുദ്ധത്തിന് പോണ കാര്യം പറഞ്ഞു, ലങ്കയിലെ കാര്യം പറഞ്ഞില്ലല്ലോ. ചോറ് തിന്നിട്ട് പോരെ അടുത്ത കഥ. എടി ചെല്ലക്കിളിയേ, ഇതുകൂടി തീർത്തിട്ട് പോവാം. ആട്ടെ, ലങ്കയിലെ രാസാവ് ആരാ അറിയാമോ? പറയാതെ എങ്ങനെ അറിയുന്നത്? കുബേരന്റെ മോനാണ് നളകുബേരൻ. ആരാ നളകുബേരൻ? എടോ കാക്കാരെ, തനിക്ക് എല്ലാ കഥകളും അറിയാമല്ലോ. കാക്കാർക്ക് കഥ പറച്ചില്ലല്ലോ തൊഴിൽ. കഥ കേൾക്കാതെ ഇവളുമാരും ഉറങ്ങത്തില്ല. പിള്ളാരുടെ മനസ്സാ തമ്പ്രാട്ടി, പിള്ളാരുടെ. നളകുബേരന്റെ ഭാര്യ രംഭ, സോമപ്രഭ, രത്നമാല. കിളന്ന് പറഞ്ഞേടി. രംഭ, സോമപ്രഭ, രത്നമാല. എനിക്ക് ചെല്ലക്കിളികള് നിങ്ങൾ രണ്ടല്ലേ ഉള്ളൂ. ആട്ടെ, ഇനി പറയാം. ഈ സമയം നളകുബേരന്റെ രണ്ടാം ഭാര്യ സോമപ്രഭയുടെ അന്തപുരത്തിൽ നടന്നത് എന്താ? എന്താ 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 അറിയാമോ? പറയാതെ എങ്ങനെ അറിയാൻ? എന്നാൽ പറഞ്ഞു തുടങ്ങൂ കാക്കാരെ, ഞാനും കാത്തിരിക്കയാ കഥ കേൾക്കാൻ.
സോമപ്രഭേ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അങ്ങായിരുന്നോ? അങ്ങീ അന്തപുരത്തിൽ വന്നിട്ട് ദിവസങ്ങൾ കുറേ ആയി. എന്നെ മറന്നുവല്ലേ? രാജ്യകാര്യങ്ങളിൽ തിരക്കായതുകൊണ്ടാണ് സുമപ്രഭേ വരാൻ കഴിയാതിരുന്നത്. അങ്ങയുടെ ആദ്യ ഭാര്യ രംഭ അപ്സരസ് ആയതുകൊണ്ടായിരിക്കും രംഭയുടെ കൊട്ടാരത്തിൽ അങ്ങ് നിത്യ സന്ദർശകനാകുന്നത്. അബദ്ധം വിളമ്പാതെ സുമപ്രഭേ, നിങ്ങൾ രണ്ടുപേരും നമുക്ക് തുല്യരാണ്. നീ ഈ യക്ഷകുലത്തിന്റെ അഭിമാനമാണ് സുമപ്രഭേ. പക്ഷേ എന്ത് പക്ഷേ? നാളെ രാക്ഷസ രാജാവ് രാവണൻ ലങ്ക പിടിച്ചടക്കാൻ പുറപ്പെടുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യക്ഷന്മാരായ നമ്മളെ ആക്രമിച്ച് കീഴടക്കാൻ അസാധ്യമെന്ന് അങ്ങ് എപ്പോഴും പറയാറില്ലേ? ശിവഭക്തനായ രാവണന്റെ കാര്യം വിഭിന്നമാണ്. ചന്ദ്രഹാസം കയ്യിലുള്ള രാവണൻ എവിടെയും വിജയിച്ചാണ് കാണുന്നത്. എന്തോ നമുക്കൊരാശങ്ക. അങ്ങ് ധൈര്യമായിരിക്കണം. യക്ഷകുലത്തിന്റെ മാത്രം സ്വന്തമായ നമ്മുടെ മായാവലയത്തിൽ നമുക്ക് രാവണന്റെ ചക്രവർത്തി മോഹം അവസാനിപ്പിക്കാം. സോമപ്രഭേ, നിന്റെ വാക്കുകൾ നമുക്ക് ആശ്വാസം തരുന്നു. ഇന്നു നീ കോർത്ത ഈ മാലയുടെ സൗന്ദര്യം, സുഗന്ധം, ഹോ, എന്നെ വിസ്മയിപ്പിക്കുന്നു. പൂർണ്ണ കുംഭവുമായി നിൽക്കുന്ന ചന്ദ്രന്റെ കിരണങ്ങളേറ്റ് നീ പൂർവാധികം സുന്ദരിയായിരിക്കുന്നു. ദീപക്കാഴ്ചയുമായി നിൽക്കുന്ന താരാവലികൾ ഈ രാത്രി നമ്മുടേത് മാത്രമാകട്ടെ. ആര്യപുത്ര, ഈ പൗർണമി രാത്രി ഇരുണ്ടു വെളുക്കാതിരിക്കട്ടെ.
तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्. വരിൻ, ഒട്ടും സമയം കളയാതെ നമുക്ക് നീങ്ങാം. അതെ, പടയാളികളെല്ലാം തയ്യാറായി കഴിഞ്ഞു. അതാ അങ്ങകലെ ത്രികുടപർവ്വതം കാണാം. പ്രഭാതരശ്മിയിൽ തിളങ്ങുന്ന ലങ്കാനഗരി. അതെ, ഈ പാലം കഴിഞ്ഞാൽ നമുക്ക് ലങ്കാ നഗരത്തിലേക്ക് എത്താൻ വെറും 4 നാഴിക മാത്രമേ ഉള്ളൂ. വരൂ. ജ്യേഷ്ഠ, നോക്കൂ, നമ്മൾ അടുത്ത് ചെല്ലുന്തോറും ഈ പാലവും ലങ്കാ നഗരവും അകന്നകന്ന് പോകുന്നില്ലേ? അതെ, എനിക്കും അത് തന്നെയാ തോന്നുന്നത്. മായാവിദ്യകളുടെ കലവറ യക്ഷകിന്നരന്മാർക്ക് സ്വന്തമാണെന്നറിയാമല്ലോ. ഇതിലെന്തോ ചതിയുണ്ട്. എന്തായാലും മുന്നോട്ട് തന്നെ നമുക്ക് നോക്കാം. അഴകും ലാളിത്യവും അംഗപ്പൊരുത്തവുമുള്ള ദേവി, ഭവതി ആരാണ്? ഞാൻ സോമപ്രഭ. അങ്ങ് ആക്രമിക്കാൻ വന്ന് ലങ്കേശനായ നളകുബേരന്റെ പട്ടമഹിഷി. വാസ്തുശാസ്ത്ര വിശാരദൻ മയനാണ് എന്റെ വന്ധ്യപിതാവ്. ഓ, സോമപ്രഭ, പ്രണാമം ദേവി. ഞങ്ങൾക്ക് നന്ദിയുണ്ട്. നന്ദിയോ? എന്തിന്? എന്തിന് നന്ദി? കണ്ണിനു കുളിർമ തരുന്ന കുലമഹിമയും
സൗന്ദര്യവുമുള്ള ദേവി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതിനാണ് ഞാൻ നന്ദി പറഞ്ഞത്. 13 മഹായുദ്ധം കഴിഞ്ഞ് പല ദേശം ചുറ്റി വരുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ കനിഷ്ഠ സഹോദരൻ ഈ രാവണനെ ചക്രവർത്തിയായി വാഴിക്കാനാണ് 14ാമത് ഈ ലങ്കാരാജ്യം കീഴ്പ്പെടുത്താൻ വരുന്നത്. ധാരാളം കേട്ടിട്ടുണ്ട് അഹങ്കാരിയായ രാവണൻ എന്ന യോദ്ധാവിനെ പറ്റി. 13 രാജ്യങ്ങൾ പിടിച്ചടക്കി 14ാമത് ലങ്കയിലേക്ക് വരുമെന്ന് ഞങ്ങളുടെ കൊട്ടാരൻ ജോത്സ്യൻ പ്രവചിച്ചതുമാണ്. അത് തടയാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. എന്റെ ഭർത്താവ് നളകുബേരൻ ഒരുക്കി വെച്ച ഈ മായാവലയത്തിൽ നിന്നും നിങ്ങൾക്ക് അകത്ത് കടക്കാൻ കഴിയുകയില്ല. ജ്യേഷ്ഠ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ യക്ഷന്മാരുടെ ചതിയാണിത്. ദേവി, ഈ രാവണനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല എന്നറിയരുതോ? യുദ്ധം ചെയ്യാനുള്ള സ്ഥലമോ ശത്രുവിനെയോ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രഭു, അങ്ങ് ആരോട് യുദ്ധം ചെയ്യും? അല്ല ദേവി, മനസ്സിലായില്ല. ഈ മായാവലയം ഭേദിക്കാൻ ഏകത്രയ മായാവിദ്യ അറിയാവുന്ന ഒരാളിനെ കഴിയൂ. ലോകത്ത് അതറിയാവുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് എന്റെ ഭർത്താവ് നളകുബേരൻ, മറ്റേത് ഈ ഞാനും. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പൊയ്ക്കോളൂ, ലങ്കയെ മറന്നേക്കൂ. ദേവി സോമപ്രഭേ, വിധിക്കപ്പെട്ടതിനേക്കാൾ വലുതാണ് ഒരുവന്റെ ഇച്ഛാശക്തി. യുദ്ധം ചെയ്ത് ജയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ധൂർത്തനും സൂത്രക്കാരനുമായ ദേവിയുടെ ഭർത്താവ് നളകുബേരനിൽ നിന്ന് രാവണൻ ലങ്കയെ മോചിപ്പിച്ചിരിക്കും. വിഷയലംബടനാണ് നളകുബേരൻ എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സുന്ദരിയും സുശീലയും ബുദ്ധിമതിയുമായ ഒരു ഭാര്യയെ കിട്ടിയതിന് സത്യത്തിൽ എനിക്ക് അസൂയ തോന്നുന്നു നളകുബേരനോട്. രാവണൻ അസൂയ തോന്നിയ ഈ ലോകത്തെ ആദ്യത്തേതും അവസാനത്തേതുമായ പുരുഷൻ എന്ന ബഹുമതി നളകുബേരനിരിക്കട്ടെ. അതെ, അതിന് കാരണം ദേവിയാണ്. രാവണന്റെ ധൈര്യത്തെപ്പറ്റിയും ആയോധനത്തെപ്പറ്റിയും വാക് സാമർഥ്യത്തെപ്പറ്റിയും ധാരാളം കേട്ടിട്ടുണ്ട്. ഇതൊന്നും കൊണ്ട് അങ്ങ് കീഴടക്കാൻ പോകുന്നില്ല. മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. അതെ, ദേവി പറഞ്ഞത് ശരിയാണ്. ലങ്ക കീഴടക്കണമെങ്കിൽ ഏകത്രയമായ വിദ്യ ഞാൻ അറിഞ്ഞേ തീരൂ. അത് ദേവി എനിക്ക് ഉപദേശിച്ചു തരണം. ഞാൻ എന്റെ ഭർത്താവിന്റെ പരാജയത്തിന് ചുക്കാൻ പിടിക്കുമെന്നാണോ രാവണ അങ്ങ് പറയുന്നത്? ഏകത്രയ മായാവിദ്യ ഞാൻ പഠിപ്പിച്ചു തരുമെന്ന് അങ്ങയ്ക്ക് തോന്നാൻ കാരണം എന്താണ്? സാമുദ്രിക ശാസ്ത്രപ്രകാരം ഒരു ന്യായസ്ഥയുടെ ലക്ഷണമാണ് ദേവിക്ക്. എത്രമാത്രം കഠിന പ്രയത്നം ചെയ്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്ന് ദേവിക്ക് അറിയാമോ? ഇതുകൂടി കഴിഞ്ഞാൽ രാവണൻ ചക്രവർത്തി പദത്തിന് അർഹനാണ്. ദേവി, ഈ യുദ്ധം നടന്നേ പറ്റൂ. എന്ത് വില കൊടുത്തും ഞങ്ങൾ അതിനാണ് വന്നത്. എന്റെ ഈ അവസരം നഷ്ടപ്പെടുത്താൻ ന്യായസ്ഥയായ ദേവി തുനിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാകാതിരിക്കാനാകാം ദേവി ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ശരി രാവണ, ഞാനൊരു നിബന്ധന വയ്ക്കുന്നു. ശരി, എന്തു നിബന്ധനയ്ക്കും ഞാൻ തയ്യാർ. ഞാൻ അങ്ങയോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ശരിയുത്തരം നൽകിയാൽ പാരിതോഷികമായി ഏകത്രയമായ വിദ്യ പഠിപ്പിക്കാം. അതൃപ്തികരമായ ഉത്തരമാണ് തരുന്നതെങ്കിൽ അങ്ങ് മടങ്ങണം. അങ്ങനെ വരൂ. എന്താ, സമ്മതമാണോ? സമ്മതം. ദേവി ചോദിച്ചോളൂ. പരാജയം രാവണന്റെ നിഘണ്ടുവിലില്ല. ഇനി അങ്ങനെ സംഭവിച്ചാലും ദേവിയുടെ അടുത്താണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ആശ്വസിക്കും.
ദയവായി വിഭീഷണനും കുംഭകർണനും അല്പം മാറി നിന്ന് തരണം. ക്ഷമിക്കണം, ഇതൊരു പരീക്ഷണമാണ്. ആദ്യത്തെ ചോദ്യം: ഒരുവൻ ബുദ്ധിമാനാകുന്നതാണോ നല്ലത്, ഭാഗ്യവാനാകുന്നതാണോ നല്ലത്? ഭാഗ്യവാൻ. കാരണം കൂടി പറയൂ. തന്റെ കഴിവും ബുദ്ധിയും പ്രകടിപ്പിക്കാനുള്ള അവസരം ഭാഗ്യവാന് മാത്രമേ കിട്ടുകയുള്ളൂ. ഭാഗ്യവാന് ബുദ്ധി കുറവായേക്കാം, എന്നാൽ സമയത്ത് ബുദ്ധി കിട്ടും. പറയേണ്ട കാര്യം പറയേണ്ടടുത്ത് പറയേണ്ട സമയം പറയണം. ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ കഴിയുക, എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പിടിക്കാൻ കഴിയുക. ഇതെല്ലാം ഭാഗ്യമുണ്ടെങ്കിലേ കഴിയൂ. ബുദ്ധി മാത്രം പോരാ. ശരി, അടുത്തത് ചോദിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്താണ്? അന്നദാനം. അന്നദാനമോ? കാരണം? ലോകത്തുള്ള മുഴുവൻ സമ്പത്ത് ഒരാൾക്ക് ദാനമായി കൊടുത്താലും അയാൾ മതിയെന്ന് പറഞ്ഞാലും കൊടുത്തുകൊണ്ടേയിരിക്കാം. എന്നാൽ അന്നം അങ്ങനെയല്ല. ഗുണഭോക്താവിന് വയറു നിറഞ്ഞാൽ പിന്നെ സ്വീകരിക്കാൻ കഴിയില്ല. പരിസമാപ്തി ഉള്ളതിന് മാത്രമേ മഹത്വമുണ്ടാകൂ. അതുകൊണ്ട് ഉത്തമമായ ദാനം അന്നദാനം തന്നെ. താങ്കളുടെ ബുദ്ധിശക്തിയിൽ അഭിമാനം കൊള്ളുന്നു. പക്ഷേ മൂന്നാമത്തെ ചോദ്യം കൂടി കേൾക്കൂ. ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത ശത്രു ആരാണ്? ഭവതി, ഭയമാണ് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത ശത്രു. കാരണം കൂടി പറയൂ. പറയാം. കാരണം അത് യഥാർത്ഥമായതല്ല. ഭയം എന്നത് ഒരുവന്റെ സങ്കല്പത്തിന്റെ സൃഷ്ടിയാണ്. അത് ഒരിക്കലും ജീവൻ വയ്ക്കാൻ പോകുന്നില്ല. ഭയത്തെ അംഗീകരിക്കാതെ അവഗണിക്കുകയല്ലാതെ തോൽപ്പിക്കുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ഭയം ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത ശത്രുവാകാൻ കാരണം. താങ്കളെ സമ്മതിച്ചിരിക്കുന്നു. അങ്ങ് വെറുമൊരു യോദ്ധാവ് മാത്രമല്ല, അറിവും സൗന്ദര്യവും തികഞ്ഞ് ചക്രവർത്തിയാകാൻ അനുയോജ്യനായ മഹാപ്രതിഭയാണ്. ഭവതി പറഞ്ഞതുപോലെ ഏകത്രയ മായാവിദ്യ ഇനി ഉപദേശിച്ചു തരാമല്ലോ. തീർച്ചയായും. താങ്കൾ മുന്നോട്ട് വരിക. എനിക്ക് ശ്രമിച്ചു നോക്കാമല്ലോ, അല്ലേ? തീർച്ചയായും. ദേവി, നന്ദിയുണ്ട്. എന്നോട് പൊരുതി ജയിക്കാൻ താങ്കളുടെ ഭർത്താവിന് ഉചിതമായ അവസരം കൊടുക്കും. അത് അസാധ്യമാണെങ്കിലും ഞങ്ങൾ ഇത് മറക്കില്ല. രാവണൻ ദേവിയുടെ പരീക്ഷണങ്ങളിൽ വിജയിച്ച് ലഭിച്ച വരമാണ് ഈ മന്ത്രം. എങ്കിലും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. രാവണ, എനിക്ക് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ദേവി എന്താവശ്യപ്പെട്ടാലും ഈ രാവണൻ സാധിച്ചു തരും. എന്തും? എന്തും ചോദിച്ചോളൂ. ദേവി, രാവണൻ ഒരു വാക്കേ ഉള്ളൂ. അങ്ങയുടെ ആവശ്യം ഉണർത്തിയാലും. എന്റെ മൂല്യം അങ്ങ് മനസ്സിലാക്കുന്നത് പോലെ അങ്ങയുടെ മൂല്യവും
എനിക്ക് മനസ്സിലായി. പരസ്പരം അറിയാവുന്നവർ തമ്മിൽ യോജിക്കണം. അതുകൊണ്ട് അങ്ങയുടെ പത്നിയായി ജീവിക്കാൻ ശിഷ്ടകാലം എന്നെ അനുവദിച്ചാലും. ദേവിയെ പോലുള്ള ഒരു പത്നിയെ കിട്ടുക എന്നുള്ളത് എന്തുകൊണ്ടും മഹാഭാഗ്യം തന്നെ. പക്ഷേ ദേവി എനിക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു തന്നതാണ്, അതായത് വിദ്യ തന്നെ. അതിനാൽ ദേവി എൻ്റെ ഗുരുവാണ്. അതെ അതെ, ഗുരുസ്ഥാനീയ തന്നെ, അതിൽ സംശയമില്ല. ഗുരുവിനെ വരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മഹാപാപം ചെയ്യുന്നതിന് തുല്യമാണ്. ദയവ് ചെയ്ത് ദേവി അങ്ങനെ ഒരു കൊടും പാതകം ചെയ്യാൻ എന്നെ നിർബന്ധിക്കരുത്, പ്രലോഭിപ്പിക്കരുത്. ശരിയാണ്, നീതിമാനായ അങ്ങ് പറഞ്ഞത് ശരിയാണ്. അങ്ങയ്ക്ക് ഇപ്പോൾ ഗുരുവിന് തുല്യമാണ് ഞാൻ. അങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു രാവണ. അങ്ങ് വിജയശ്രീ ലാളിതനായി ചക്രവർത്തിയായി മടങ്ങി വരാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. എല്ലാവരും തയ്യാറായി മുന്നോട്ട് കുതിക്കുക. നളകുബേരന്റെ ലങ്ക ഇനി രാവണന് സ്വന്തമാകാൻ പോകുന്നു. കുംഭകർണ, നമ്മുടെ പ്രിയ ജ്യേഷ്ഠൻ ഇത്രയും ധർമ്മിഷ്ഠനാണെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും സുന്ദരിയായ സോമപ്രഭയെ ഒരു മന്ത്രം ഉപദേശിച്ചുകൊണ്ട് മാത്രം ഗുരുവായി നമിച്ച് വേണ്ടെന്ന് വെക്കാൻ ഒരു വലിയ മനസ്സുണ്ടെങ്കിലേ കഴിയൂ. എന്നോളം രാവണനെ നിനക്കറിയില്ല. ഈ ജ്യേഷ്ഠൻ പ്രജാക്ഷേമ തൽപരനും രാജ്യതന്ത്രജ്ഞനുമാണ്. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് ഏകത്രയ മായാമന്ത്രം ഉപദേശിച്ച സോമപ്രഭ നാളെ തന്നെയും ചതിച്ചുകൂടായികയില്ലല്ലോ. അതുകൊണ്ടാണ് ബുദ്ധിപരമായി സോമപ്രഭയെ ഒഴിവാക്കിയത്. ഓ, അത് ഞാൻ ഓർത്തില്ല. ജ്യേഷ്ഠ, അങ്ങനെയാകുമോ? നന്നായിട്ടുണ്ട് കാക്കാരെ, വളരെ നന്നായിട്ടുണ്ട്. ഓ തമ്പ്രാട്ടി, സന്തോഷം. എല്ലാവരും വരൂ, തമ്പ്രാൻ കാത്തിരിക്കുന്നു. ഇനി ചോറുണ്ട് കഴിഞ്ഞാവാം. എടിയേ, എങ്ങനെ തോന്നി രാവണന്റെ കഥ? നല്ല രസം തോന്നി. രാവണൻ നിങ്ങളെപ്പോലെ നല്ല ബുദ്ധിയുള്ള ആളാ. സമ്മതിച്ചേ, രാവണനെ പോലെ തന്നെ 10 തലയില്ലെന്നേ ഉള്ളൂ. എന്തായാലും എടിയേ, നിങ്ങ സമ്മതിച്ചല്ലോ. തമ്പ്രാന്മാരെ, നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 2 അച്ചിയുള്ളവർ വെന്തറ്റു പോകുമെന്ന്. പക്ഷേങ്കിലേ അത് തിരിച്ചെടുത്തിരിക്കുന്നു. ഇത് രണ്ടും നമുക്ക് സ്വന്തം തന്നെ. പ്രാണവല്ലഭ നമ്മളൊത്തൊരുമിച്ച്
കഥയും ചൊല്ലി നീങ്ങിടാമിനി. പ്രാണവല്ലഭ നമ്മളൊത്തൊരുമിച്ച് നാടുനീളെ കഥയും ചൊല്ലി നീങ്ങിടാമിനി. പ്രിയതമമാരെ നിങ്ങൾ ചൊന്ന പോലെ നാം നാടു ചുറ്റി നഗരം ചുറ്റി പോയിടാമിനി. പ്രിയതമമാരെ നിങ്ങൾ ചൊന്ന പോലെ നാം നാടു ചുറ്റി നഗരം ചുറ്റി പോയിടാമിനി. പ്രിയതമമാരെ നിങ്ങൾ ചൊന്ന പോലെ നാം നാടു ചുറ്റി നഗരം ചുറ്റി പോയിടാമിനി. 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 ഗീതം മുഴങ്ങി നമ്മുടെ യോഗം ജഗത്തിനാകെ മോദം പകർന്നു നാടകയാഗം കഴിഞ്ഞു. മംഗളഗീതം മുഴങ്ങി നമ്മുടെ യോഗം ജഗത്തിനാകെ മോദം പകർന്നു നാടകയാഗം കഴിഞ്ഞു. ഭൂഷകളഴിഞ്ഞു ഛായകളൊഴിഞ്ഞു മാനുഷവേഷം പകരുമ്പോൾ. ഭൂഷകളഴിഞ്ഞു ഛായകളൊഴിഞ്ഞു മാനുഷവേഷം പകരുമ്പോൾ. അഭിനയത്തിനൊരു ഭരതവാക്യമായി ഉദയഗീതമിതു തുടരാം നാടകയാഗം കഴിഞ്ഞു. മംഗളഗീതം മുഴങ്ങി നമ്മുടെ യോഗം ജഗത്തിനാകെ മോദം പകർന്നു നാടകയാഗം കഴിഞ്ഞു. ഈ അർണവഗീതത്തിൽ പങ്കെടുത്ത എല്ലാ കഥാപാത്രങ്ങളും രംഗത്തില്ലെങ്കിലും എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. കാക്കാരായി എത്തിയത് ശ്രീ പത്മകുമാർ, കാക്കാത്തിമാർ GR ശ്രീകല, ശ്രീകല പ്രസാദ്, തമ്പുരാൻ ദേവി പ്രസാദ്, തമ്പുരാട്ടി ശ്രീമതി രേണുക ശശികുമാർ, രാവണൻ ശ്രീ ജയശേഖർ, വിഭീഷണൻ മാധവ് കൃഷ്ണ, കുംഭകർണൻ ശ്രീ ജയകൃഷ്ണൻ GR, രാജമാതാവ് സബിത രാജൻ, മണ്ടോദരി ശ്രീമതി ഗായത്രി ഗിരീഷ്, നർത്തകിമാർ രാജി, ബിന്ദിയ, ഐശ്വര്യ, കീർത്തന, നളകുബേരൻ ശ്രീ സഞ്ജു ശശിധർ, സോമപ്രഭ ശ്രീമതി അംബിക സഞ്ജു, നർത്തകികൾ പാർവതി പ്രതാപ്. ഹലോ. ഇതിനകത്ത് പങ്കെടുത്ത പല ആളുകളും അടുത്ത പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും എനിക്കും സുചിത്രയ്ക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളിവിടെ ഈ സ്റ്റേജിൽ കേരളത്തിൻ്റെ തനതായ പല കലാരൂപങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അന്നും പലരും അത് അവതരിപ്പിക്കാതിരുന്ന സമയത്ത് തന്നെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളത് തെയ്യമാണെങ്കിലും ഓണപ്പട്ടനും അതുപോലെ തന്നെ കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, ചാക്യാരുകൂത്ത്, ഇതെല്ലാം നമ്മളിവിടെ ശ്രീരഞ്ജനയുടെ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാണ് ഞങ്ങൾ പുതിയ ഒരു ഇതിലാണ് നമ്മൾ ഈ കാക്കാരിശി നാടകം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് പോയത്. അതിൻ്റെ മുഴുവൻ അത് കുറേ ചെറിയ ഭാഗമേ എടുത്തിട്ടുള്ളൂ. അതിലൂടെ ഒരു കഥ പറയാനുള്ള ശ്രമമായിരുന്നു. ഇവരെല്ലാവരെയും ഞാൻ വ്യക്തിപരമായി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് നന്ദി പറയാനുള്ള ഒന്ന് രണ്ട് പേരോടുണ്ട്. ഒന്ന്, ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഈ കോറിയോഗ്രാഫി ചെയ്ത സരിത. അത് സരിതയെ സംബന്ധിച്ചിടത്തോളം സരിത നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വെച്ച് അതനുസരിച്ച്, അതായത് എല്ലാവരും ഒരു പ്രായമായ ആളുകളാണ്. ഇവരുടെ മനസ്സൊക്കെ പ്രായം കുറവാണെങ്കിലും പ്രായമായ ആളുകളായതുകൊണ്ട് അവർക്ക് പറ്റിയ രീതിയിലുള്ള സ്റ്റെപ്പ് ഇടുകയും അതുപോലുള്ള കൊറിയോഗ്രാഫി അതിനൊക്കെ വളരെ ഭംഗിയായി ബുദ്ധിമുട്ടിയിട്ടുണ്ട്.
കാലത്ത് 7 മണി മുതൽ പല ദിവസങ്ങളും റിഹേഴ്സലിന് ആ സരിതയ്ക്ക് ജോലിയുണ്ടായിരുന്നു, സ്കൂളിൽ ജോലിയുണ്ട്. കാലത്ത് 7 മണി മുതൽ ഇവിടുന്ന് ആളുകൾ കൂടെ പോയി അവരുടെ അടുത്ത് പോയിട്ട് പഠിക്കുകയും ചെയ്യും. ഒരു കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചെറിയ സംരംഭം. അപാകതകൾ ഒത്തിരി ഉണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങൾക്ക് തന്നെ അറിയാം. ആരും ഇതിനകത്ത് പ്രൊഫഷണൽസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം സഹകരിച്ച് സരിതയോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്താൻ, ശ്രീരഞ്ജനിയുടെ പേരിൽ രേഖപ്പെടുത്താൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം അവിടെ നടത്തണമെങ്കിൽ റിഹേഴ്സലിൻ്റെ ആവശ്യമുണ്ട്. റിഹേഴ്സലിന് വേണ്ടിയിട്ട് ഒരു വീട് തന്നെ ഞങ്ങൾക്ക് തുറന്നിട്ട് തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേമശനം പിള്ളയും പാർവതിയെ. ഒരാളും ചെയ്യുന്ന ഒരു കാര്യമല്ല അവർ ചെയ്യുന്നത്. അവർ ഇപ്പോൾ ഏത് സമയത്തും നമുക്കവിടെ ഇടിച്ചു കയറി ചെന്ന് റിഹേഴ്സൽ ചെയ്യാനുള്ള സൗകര്യം ചെയ്യുന്നു. എന്നും പല പ്രാവശ്യം എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമുക്കെല്ലാം സൗകര്യം തരുന്ന പാർവതിയോടും പരമേശ്വരനോടും ഞങ്ങൾക്കുള്ള സ്നേഹം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സ്നേഹം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഞങ്ങളവിടെ വരും, ഇനിയും ഇടിച്ചു കയറും. വാതിലുകളെ തുറന്നിട്ടിരിക്കുക ഞങ്ങൾക്കറിയാം. മറ്റ് വേറെ കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. ഈ പങ്കെടുത്ത കലാകാരന്മാരെയും കലാകാരികളെ എൻ്റെ ഭാര്യ സുചിത്രയുണ്ട് ഇവിടെ. എനിക്ക് വേണ്ടിയൊക്കെ എന്നോടൊപ്പം നിന്ന സുചിത്രയോടും ഞങ്ങൾക്ക് ഏവർക്കും ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനൊരു അർണവഗീതം എന്നൊരു രൂപകം ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരം തന്നതിന് വേണുവിനോടും സുചിത്രയോടും ഞങ്ങളുടെ അകൈതവമായ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.